2001 സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിൽ വന്നിട്ട് 2024 ഗണേഷ് കുമാർ കേൾക്കാത്ത ചീത്തപ്പേരും ഗണേഷ് കുമാർ നേരിടാത്ത അക്രമങ്ങളും ഒരു പ്രശ്നവുമല്ല. ഒരു പ്രശ്നമില്ല അമ്മ, നിങ്ങൾ പേടിക്കേ വേണ്ട. എനിക്കെന്തൊരു പേടി? നിങ്ങളെ മുഖം കണ്ട അറിയാം, മുഖത്ത് പേടിയുണ്ടല്ലോ. എനിക്കൊരു പേടിയില്ല, ഒരു നൊട്ടിയില്ല. നിങ്ങൾ വിഷമിക്കുകയേ വേണ്ടി. എന്റെ ജീവിതം തുറന്ന പുസ്തകമാണ്. ഗണേശ മന്ത്രിയുടെ ജീവചരിത്രം തുറന്ന പുസ്തകം എന്നാണ് പറയണത്. പിന്നെ പ്രമാദമായ തുറന്ന പുസ്തകമല്ലേടാ. തന്നല്ല അമ്മ. പിന്നെ ഒരു കാര്യം നീ മനസ്സിലാക്കണം. എന്തിനു അമ്മ? അത് വിട്ടുകളയാതെ സൂക്ഷിച്ച് വച്ചേക്കാൻ പറയുന്ന. ആരെടുത്തോ അമ്മ? എടാ നിന്റെ സഖാക്കളുടെ അടുത്ത് വളർന്നു കിടന്ന SFI പിള്ളേരൊക്കെ പഠിക്കാൻ കൊടുക്കാം. പിള്ളേർക്കത് ഗുണം ചെയ്യുമല്ലേ അമ്മ? പിന്നെ പ്രത്യേകിച്ച് ഗണേശന്റെ ജീവചരിത്രം ആയതുകൊണ്ട് വലിയ പ്രയോജനം ചെയ്യും. തന്നെ അമ്മ, തന്നെ. എല്ലാവരും മനസ്സിലാക്കിക്കോ സംഘികളെ. എല്ലാരും പ്രത്യേകിച്ച് മനസ്സിലാക്കിക്കോ പ്രിയപ്പെട്ട സംഘികളെ. ഗണേഷ് കുമാറിന് കളിക്കാൻ വന്നാൽ മറ്റന്നാൾ തൃശ്ശൂരോട്ട് വരുന്നുണ്ട്, അവിടെ ഞാൻ എടുത്തുടുക്കും എന്ന് മാത്രമേ പറയുന്നു. അടേ ഗണേശൻ എന്തരി ചൂണ്ടുവന്ന് പറഞ്ഞത്? മാമ, മറ്റന്നാ ഗണേശ മന്ത്രി തൃശ്ശൂർ വരെയാണ്. വന്നു കഴിഞ്ഞ അന്തരിക്കുമെന്ന്. അവിടെ ഏതെങ്കിലും സംഘികളെ കണ്ടാ ചൂണ്ടിയിരിക്കും മാമ, ചൂണ്ടിയിരിക്കും. അയ്യോ, വേണ്ടി വന്നാ നിങ്ങളെ ചൂണ്ടിയിരിക്കും. ഈ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. നോട്ടി എന്ത്? എന്തൊരു കാര്യം പറയാനുണ്ടെന്ന്? എന്റെ മാമ, പോണ്ടിച്ചേരിയുടെ കാര്യം പറയണ്ടോ മാ? അത്രയുള്ള പോണ്ടിച്ചേരി വണ്ടി രജിസ്റ്റർ മാത്രമല്ല, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കേട്ടോളി മാമ, കേട്ടോളി. ഓരോന്നോരോന്നായിട്ട് കേട്ടോളി നിങ്ങള്. എടേ വ്യക്തമായിട്ട് പറയണം, ഓരോന്നോരോന്നായിട്ട് പറയുന്നേ. പറഞ്ഞുതരാ, ഞാൻ കൂടെ കിടന്നവനെ രാപ്പനെ അറിയാവൂ. എടാ പ്രാട്ടിയേ, എന്തിനു മാമ? യാവളടുത്ത് കിടന്നപ്പം പനി വന്നെന്ന്. കൂടെ കിടന്നപ്പോ പനി വന്നല്ല പറഞ്ഞത്. പിന്നെ എന്താ നോട്ടി? രാത്രി പനി വന്ന കാര്യമാണ് പറഞ്ഞത്. ഇങ്ങനെ ഉള്ളവരൊക്കെ രാത്രി കൂടെ കിടക്കുമ്പോഴാണ് പനി വരണത്. ഇതിന് ചികിത്സയൊന്നുമില്ല മാമ? ഇങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച ചികിത്സ ഇല്ലടാ. അപ്പൊ എന്തിനു മാമ? ഒരു പ്രത്യേക മന്ത്രം ചൊല്ലിയാ മതി. അതെന്തിനു മന്ത്രം മാമ? പുരുഷു എന്നെ അനുഗ്രഹിക്കണോന്ന് മന്ത്രഞ്ഞ് കാലില് കവന്ന് കിടന്നാ മതി. 35 കൊല്ലമായി എനിക്ക് അയാളെ അറിയാം. അയാളുടെ ഗുണങ്ങളും ദോഷങ്ങളും അറിയാം. ഒന്നും രണ്ടും ദിവസമല്ല മാ, 1-2 ദിവസമല്ല. പിന്നെ 35 വർഷമായിട്ട് നമുക്കറിയാം. 35 വർഷമായിട്ട് എന്തൊരു നൊട്ടി അറിയാന്ന്? അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഓരോ കാര്യങ്ങളും തൃശ്ശൂര് ഇലയിട്ട് നമ്മൾ അങ്ങ് വിളമ്പും. എന്തൊരിട്ട് വിളമ്പും? തൃശ്ശൂര് ഇലയിട്ടൊക്കെ നമ്മൾ വിളമ്പോന്ന്. ഇലയിട്ട് വിളമ്പുമ്പോ പ്രഥമയും പായസം കാണുവാടാ. പായസമില്ലാത്ത സദ്യ ഉണ്ടാമ? അങ്ങനെയാണെങ്കിൽ മാമ ഒരു കാര്യം ചോദിക്കട്ടാടാ. എന്തിനാമ? മാമൻ പായസം തള്ള വരലിട്ട് ബാക്കിയകത്ത് കയറ്റിയാ കുഴപ്പമുണ്ടാടാ. മാമന് കുഴപ്പമില്ല. പിന്നെ ആക്ക് കുഴപ്പം. പക്ഷെ ഒരാളിനെ അങ്ങനെ കുടിക്കാൻ സമ്മതിക്കൂല. സുരേഷ് ഗോപിയെ മാത്രം നമ്മൾ സമ്മതിക്കൂല. എന്റെ അടുത്ത് ചൊറിയാൻ വന്ന ശരി തന്നെ. മനസ്സ് നന്നായില്ലെങ്കിൽ നാക്ക് എപ്പോഴും ചൊറിഞ്ഞോണ്ടിരിക്കും. അത് സംഖ്യകൾ കൂട്ടിക്കോ, നാണക്കേടാവും, തലയെ മുണ്ടിട്ട് നടക്കേണ്ടി വരും. അടേ ഇതൊക്കെ എന്റെ അടുത്ത് എന്തൊരു നൊട്ടിക്ക് പറയുന്നത്? മാമന്റെ അടുത്തല്ല പറഞ്ഞത്. പിന്നെ ആരടുത്ത്? ഈ കേരളത്തിലെ സംഖ്യകളുടെ അടുത്ത്. ഒരിക്കൽ തലവഴിയെ മുണ്ടോട്ട് വീട്ടിനകത്തുനിന്ന് വെളിയിറങ്ങാതെ ഇരുന്ന കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തം അറിയാം. ഇനിയിപ്പോ എന്തിനാ മാമ? ഈ ഇലക്ഷൻ കൂടെ കഴിയുമ്പോ PP കിറ്റ് വിട്ടോണ്ട് നടക്കേണ്ടി വരും. തന്നെ?